അവർ വരുമ്പോൾ സ്കാൻ ഫോം കൊടുത്തു സിസ്റ്ററെ. ഒപ്പി കഴിഞ്ഞില്ല, ഞാൻ പോവാണേ. മേഡം ഒരു ഡൗട്ട് ഉണ്ട്. എൻ്റെ നാത്തൂൻ്റെ മകളെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ പറ്റുമോ? അത് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തൊലി ചുരുണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എരിവുള്ളത് കഴിച്ച കണ്ണിന് കേടാന്നൊക്കെ പറയണത് അതുള്ളതാണോ? ആരുടെ കണ്ണിന്? കുഞ്ഞിൻ്റെ കണ്ണിന്. ആക്ച്വലി ഈ ചൂടുവെള്ളം എന്ന് പറഞ്ഞപ്പം പ്രഗ്നൻസിയിൽ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് കുറച്ചും കൂടെ സ്ലോ ആണ്. നോർമൽ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പ്രോസസ്സ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് 3 months എസ്പെഷ്യലി ആൾക്കാർക്ക് എപ്പോഴും ഛർദില്, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നില്ലേ. ഹോർമോൺസിന്റെ എഫക്ട് കാരണം സ്മൂത്ത് മസിൽസ് റിലാക്സ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരുന്നത്. ആ കൂടെ ഭയങ്കര എരിവുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് പ്രഗ്നൻസിയിൽ എപ്പോഴും കുറച്ച് ബ്ലാൻഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അധികം എരിവ് പുളിയൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ചൂടുവെള്ളത്തിന്റെ കാര്യം, തൊണ്ടവേദനയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം കുടിക്കുന്നതും ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്നത്, സർലൈൻ ഗാർഗിളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ തൊലി ചുരുണ്ടു പോവോ, കുഞ്ഞിന് കണ്ണ് കാഴ്ച പോവോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. പക്ഷെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ എപ്പോഴും പ്രഗ്നൻസിയിൽ കുറച്ച് എരിവ് കുറച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ അത് ആളുടെ ഇഷ്ടം അനുസരിച്ച് കുടിക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് പനി, ചുമ, ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ.